ഹായ് ഹലോ, ഇത് ഫോമിയുടെ ജാസ്മിൻ്റെ ഒരു പെർഫ്യൂംഡ് ബോഡി ലോഷനാണ് കേട്ടോ. നമ്മളെല്ലാവരും സോപ്പ് ഉപയോഗിക്കാറുണ്ടല്ലേ, സോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുളിക്കാറ്. അപ്പോൾ ചിലവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സോപ്പിൻ്റെ ആ ഒരു ഫ്ലേവറുള്ള ജെല്ല് യൂസ് ചെയ്യുന്നവരുണ്ട്, കുളിക്കുമ്പോൾ ബോഡി വാഷ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക്, അതായത് ചിലവർക്ക് സോപ്പ് അലർജി ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുളിച്ച് കഴിഞ്ഞ് വരുമ്പം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോഡി, നമ്മുടെ സ്കിന്ന് നല്ല ഡ്രൈ ആയി കിടക്കും. അപ്പോൾ ഈ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോഡി ലോഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ക്രീം വളരെ അത്യാവശ്യമാണ്. അത് ഏത് സ്കിന്നായാലും കുഴപ്പമില്ല. അതായത് ഓയിൽ സ്കിന്നുള്ളവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം. ലോഷനായാലും ഇനി ക്രീമായാലും പുരട്ടുമ്പോൾ ഓയിൽ സ്കിന്നുള്ളവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം. അതല്ലെന്ന് വെച്ചാൽ ചിലപ്പോൾ മുഖക്കുരു വരാൻ സാധ്യതയുണ്ട്. ഇനി ബോഡിക്കാണെങ്കിൽ കൂടി ഓയിൽ ഇങ്ങനെ ഇതായി നിൽക്കും. അതുകൊണ്ട് ബോഡി ലോഷൻ അല്ലെങ്കിൽ ക്രീം യൂസ് ചെയ്യുന്നവരും അങ്ങനെയുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം. അതുകൂടാതെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും മസ്റ്റായിട്ടും നമ്മളെ സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഒരു ബോഡി ലോഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ക്രീം മസ്റ്റാണ് കുളിച്ച് വന്നാൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏറ്റവും നന്നായിരിക്കേ ചെയ്യുള്ളൂ. കാരണം ഡ്രൈനെസ് ഇച്ചിരി കൂടെ കഴിയുമ്പം നമ്മളിപ്പോൾ പുറത്തിറങ്ങി വർക്കിങ്ങിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോൾ വെയിൽ തട്ടിയാലും അങ്ങനെയൊക്കെ ഉണ്ടായാലും കുറച്ച് ബുദ്ധിമുട്ടാവും. സ്കിന്നിന് വളരെ അത് കേടാണ്. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. നമുക്ക് ഉപയോഗിക്കുന്നവർ അത് ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അതെങ്ങനെ നമ്മളെ സൗകര്യം പോലെ യൂസ് ചെയ്യാം. സൺസ്ക്രീൻ മസ്റ്റാണ്. എന്നിരുന്നാൽ പോലും ഒരു ബോഡി ലോഷനോ അല്ലെങ്കിൽ ഒരു ബോഡി ക്രീമോ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഇനി നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഇപ്പോൾ ഓറഞ്ചിൻ്റെ അല്ലി നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് കൈക്കും കാലിലൊക്കെ പുരട്ടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ വളരെ ഒരു സഹായകമാണ്. അതുപോലെ ഫേസിനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം തക്കാളിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉടച്ചിട്ട് നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും മുഖത്ത്. അപ്പം എന്ത് ചെയ്താലും ആ ഡ്രൈനെസ് ഒന്ന് മാറിക്കിട്ടാൻ അത് സഹായകമാണ്. അതല്ലെങ്കിൽ ഈ ബോഡി ലോഷനോ അല്ലെങ്കിൽ ബോഡി ക്രീമോ എപ്പോഴും നമുക്ക് ഒരെണ്ണം നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണം. കാരണം ഈ ഡ്രൈനെസ് മാറാനാട്ടോ പറഞ്ഞേ. നാച്ചുറലി ആയിട്ടുള്ളത്, അതായത് ഇപ്പോൾ ഞാനിപ്പം ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അലോവേരയുടെയാണ് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലത്. നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാനും യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ് അലോവേരയുടെ ജെല്ലായാലും അതല്ലെങ്കിൽ അലോവേരയുടെ ക്രീമായാലും അങ്ങനെയൊക്കെ. ചില സ്കിന്നിന് അലോവേര പറ്റൂല. അപ്പോൾ അലോവേര പറ്റാത്ത സ്കിന്നാകുമ്പോൾ നമുക്ക് അറിയാം. ഏത് ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന് പൊട്ടലോ അല്ലെങ്കിൽ നീറ്റലോ അല്ലെങ്കിൽ ചെറുങ്ങനെ ചൊറിച്ചലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ആദ്യം നമ്മൾ ഒന്ന് നോക്കി വെക്കുക. ഒരു പിഞ്ച് എടുത്തിട്ട് നമ്മളെ കയ്യിൽ തടവിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിന് ശേഷം മാത്രമേ ഏത് ക്രീമും നമുക്ക് ഫേസിലായിട്ട് ഇനി ബോഡിയിലായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്വന്തമായി വാങ്ങുന്നുണ്ടെങ്കിലുള്ള കാര്യം കേട്ടോ പറഞ്ഞേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.